അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ഒരാൾ, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോടിപ്പോൾ എന്താ പറയുക, അവർക്കിപ്പോൾ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള. അളിയ ജി സുലൈമാനല്ല, ജി അനുമാന. അന്ന് എത്രയും കാലം സംഗീ എന്ന് പറഞ്ഞ ആൾക്കാരോടൊക്കെ എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് വേറെ കാര്യം. പക്ഷെ ഉണ്ടല്ലോ, ഒരു സംഗി, ഒരു സാധാരണ ഒരു നോർമൽ സംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരിക്കലും അവൻ പറഞ്ഞ പൊട്ടത്തരും അവൻ പറഞ്ഞ മണ്ടത്തരും തിരുത്തൂല. അതല്ലെങ്കിൽ അവൻ പറഞ്ഞ തെറ്റായിട്ടുള്ള ഒരു കാര്യം അവൻ ഒരിക്കലും തിരുത്തൂല. അവൻ മുങ്ങിയിട്ട് അവൻ പൊങ്ങും വേറെ പുതിയൊരു മണ്ടത്തരുമായിട്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് കണ്ടിട്ടും നിങ്ങളുടെ അത് കണ്ടിട്ടും നിങ്ങളെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിലെല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനിൽ നിങ്ങൾ ഈ പറഞ്ഞു എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങളെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളും പല കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് നിങ്ങളിപ്പം വന്നിട്ട് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും, ഈ വലിയ നമ്മുടെ സായിൻ്റെയും ഈ ഖാദർ കരിപ്പടിൻ്റെയും ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ സംസാരം ഉണ്ടല്ലോ, മനാഫിൻ്റെയൊക്കെ, അവിടെ നിങ്ങളൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. അതാണ് നിങ്ങളും മനാഫും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ അത് വന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ആ സംഖ്യ എന്നുള്ള മുദ്ര കുത്തിയിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റും ആൾക്കാർ. ഞാൻ മാറ്റും, ബാക്കിയുള്ള ആൾക്കാരെ കാര്യം എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ നല്ല രീതിയിലാണ് പറയുന്നത്. നിങ്ങളെ വെറുതെ നിങ്ങളെ ആക്കാനോ നിങ്ങളുടെ വേറെ ഇതൊരു സർഗാസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങൾ, അല്ലെങ്കിൽ മനാഫിന് കാര്യം മനസ്സിലായി. അതല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സായിക്കും സീക്രട്ട് ഏജൻറ്റിനും മറ്റേ ഖാദറിനും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മലയാളി പൊളി അത് നിങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അതാണ് ഇവിടെ നമ്മൾ മലയാളി ഉണ്ടല്ലോ പൊളിയാ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അർജുൻ്റെ വിഷയം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ വിഷമമുണ്ട് നമുക്കൊക്കെ. അത് പരിഹരിക്കണം, ആ വിഷയം ചർച്ച ചെയ്ത് ഒരു വലിയൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും. അത് പരിഹരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് ഇന്ന് അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയും ചില സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായതിൻ്റെ പേരിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും, അപ്പോൾ മനാഫ് ആ കാര്യം ഇന്നിവിടെ വന്നപ്പോൾ ക്ലിയറായി അർജുൻ്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനാഫിനോട് പറഞ്ഞപ്പോൾ മനാഫിന് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു. അല്ല മനാഫെ? ക്ലിയറായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല. നമ്മളിത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനാഫായിരുന്നു. അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി. മനാഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി. ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്തുദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്.
അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ഇവരോട് പറയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്പയവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എനിക്കും ഒക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഗി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്. ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക, അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാന്നുള്ള രീതിക്ക് ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ആൾ, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോടിപ്പോൾ എന്താ പറയുക, അവർക്കിപ്പോൾ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള ആക്കണം. വർഗീയ നമ്മളിപ്പോ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത്. ഇത് കേരളത്തിന് ഇടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം. അല്ല, വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല. ഇത് കുറച്ച് എന്താ അറിയോ, പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ്. എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അപ്പോൾ ജനങ്ങളിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ജിതിൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അതിൽ വന്ന് കുറേ പാകപ്പഴൊക്കെ അതിലുണ്ടേനി, കുറേ കാര്യങ്ങൾ എത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉണ്ടായുള്ളൂ. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ്റെ അളിയനാണല്ലോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം. അവിടെയുള്ള നല്ല അവിടെ പണിയെടുത്തിക്കണ്. നമ്മൾ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു ജിതിൻ്റെ കാര്യം. ജിതിൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ്. ഒരു അളിയന്മാരും ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ചെയ്യൂല. തീർച്ചയായിട്ടും എന്താ പറയുക, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ്, അപ്പോൾ ഇവനക്ക് ഇത്ര പരിധി ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും, ഒരാളും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് ഇതായിപ്പോയതാണ്, അങ്ങോട്ട് ഇതായിപ്പോയത്. നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണേ, നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല. ഇതൊരു ഫാമിലിയാണ്. ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വേണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാ, ഓക്കെ, ഇവൻ ഒഴിച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ്. സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന്, സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല, സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. ചെറിയ ഫാൾട്ട് ഏതൊരു
ഒരു എന്താ പറയാ ആളുകൾക്കും ഉണ്ടാവും. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, ആർക്കും പറ്റും. നമ്മളെ അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലല്ലോ നമ്മള്. ഇതിന് എന്താ പറഞ്ഞ ഇനി അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പോരുത്. ഈ കമന്റ്, ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരളം കണ്ട സൂപ്പർ കമന്റ് ആയിരിക്കണം. അതായിരിക്കും. മുബിൻ എന്ത് പറയാനുള്ള മുബിനെ? ഇത് നമ്മളൊരു സാഹോദര്യത്തിന്റെ ഒരു പ്രതീകമാണ്. നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല, നിലവിലും ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ല, മുബീൻഖിനെ കുറിച്ച് കാര്യം പറയാനുള്ളത്, ഞങ്ങള് പിന്നെ മനാഫ്ഖാന്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട്. ഇനി ഞാനും മുബീൻഖാരനല്ല, എനിക്ക് പിന്നെ അർജുന്റെ ഒരു മാതിരിയുള്ളൊരു ഫീല് തോന്നി. അത്രയും ആത്മബന്ധം. ഒരേ റൂമിൽ താമസിച്ച് ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാരേക്ക് നമ്മള്. എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ടൊരു അവസാനം അല്ലേ? അത് ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല. സായി ഒന്ന് ഇത് പറഞ്ഞിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇല്ല, എനിക്ക് ഇവർ ഈ ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് എൻ്റെ മനോഹരം. എനിക്ക് അതാണ് ഏറ്റവും കാര്യം. എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ, ഇപ്പം ഇവരെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുമുണ്ട്. സോ അവർ മനസ്സിലാക്കേണ്ടത് ഇതാ, അഭിജിത്താണെങ്കിലും മനാഫാണെങ്കിലും ജിതിനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ തീർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ കംപ്ലീറ്റ് ഉള്ള കാര്യങ്ങൾ. നമ്മളിങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞു, നിങ്ങളെല്ലാവരും കേട്ടു. ഇത്രയേ ഉള്ളൂ. നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു സംഖ്യ, ഒരു സുഡാപ്പി എന്തൊക്കെ നിങ്ങൾ പറഞ്ഞോ, ഇവന്മാരൊന്നും ഇങ്ങോട്ട് അടുക്കൂല. സത്യം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇത്രയും കാലം നമ്മൾ അങ്ങനെയല്ല ജീവിച്ചത്. ഇത്രയും കാലം കേരളത്തിൽ സംഖ്യയോ സുഡാപ്പിയോ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇടക്കിടക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കശപിശ കാര്യങ്ങളും കുറച്ച് എന്താ പറയുക തമ്മിൽ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിച്ചിട്ട് ഈ മതവും ഈ പറഞ്ഞ ജാതിയും രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയിട്ട് മര്യാദയ്ക്ക് ജീവിച്ചൂടെ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഇവിടുത്തെ ഒരാൾക്കാർക്ക് പ്രശ്നമുള്ളത്? മനാഫ് എന്ന് പറഞ്ഞ പോലെ മനാഫിൻ്റെ വീഡിയോ അല്ലെങ്കിൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ, അതായത് നമ്മൾ ഈ വർഗീയത പറയാത്തൊരു ചാനലാവണം, അല്ലെങ്കിൽ വർഗീയത പറയാത്ത രീതിയിലൂടെ കൊണ്ടുപോകാൻ പറ്റണം. ഇപ്പം എൻ്റെ ചാനലാണെങ്കിൽ ഞാൻ പോലും പലവട്ടം സംസാരിച്ച് പോകും. ഈ പറഞ്ഞ കുറേ ചാണകങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകും. അതില്ലാണ്ടാവണമെങ്കിൽ ഇവന്മാരില്ലാണ്ടാവണം. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. അവന്മാരില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ചാണകം മാത്രമല്ല, മുസ്ലിം തീവ്രവാദം പറയുന്ന ആൾക്കാരുണ്ട്. ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ചില ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ട് ബാക്കിയുള്ള മതങ്ങളെയും ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത്. അവന്മാരും എല്ലാം ഇല്ലാണ്ടാവണം. നമ്മുടെ നാട്ടിൽ അതൊന്നും വേണ്ട. അതായത് നീ നിൻ്റെ മതം സ്വീകരിക്കും. നീ മുസ്ലിം ആണെങ്കിൽ നിൻ്റെ ആചാരം, ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരം, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ്റെ ആചാരം, ഇതിൻ്റെ പിന്നാലെ പോകണം. ഈ നാട്ടിൽ നടക്കുന്ന സകലമായ സംഭവങ്ങളും ഈ മതങ്ങളെ കൂട്ടിക്കെട്ടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതല്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ എന്ത് വേണമെങ്കിലും നിങ്ങൾ കാട്ടിക്കൂട്ട്, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ഏത് മതങ്ങളാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മതം നോക്കാണ്ട്, ജാതി നോക്കാണ്ട്, രാഷ്ട്രീയം നോക്കാണ്ട് സഹായിക്കാൻ പഠിക്കും. അതും കൂടെ ആയിക്കഴിഞ്ഞാലല്ലോ നമ്മളായിരിക്കും ഈ സാക്ഷരതയിൽ 100%, മറ്റതിൽ 100%, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ കേരളങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒറ്റ കാര്യത്തിലും കൂടെ നമ്മൾ ഒറ്റക്കെട്ടായില്ലല്ലോ, പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. വെറുതെ പറയുന്നതല്ല, നിങ്ങൾ കണ്ടു നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും.